ഷാജി രാഘവൻ, ഞാനിതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ഗവർണർ പദവി ഒരു 8-10 കൊല്ലം മുമ്പ് വരെയും ഒരു ആലങ്കാരിക പദവി, അതേസമയം സംസ്ഥാനത്തിന്റെ തലവനാണ് ബഹുമാനിക്കപ്പെടുന്ന പദവിയായിരുന്നു. അപ്പൊ ഗവർണറുടെ കൂടെ ഒരുപാട് ഉപദേശകരും പൊളിറ്റിക്കൽ പ്രിഫറൻസ് അനുസരിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഗവർണർ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി ഇത്തരത്തിലൊക്കെയുള്ള സമീപനം സ്വീകരിക്കുകയും മന്ത്രിമാരുമായിട്ടുമൊക്കെ ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയും ഇതുപോലെ സാധാരണ നിലയിൽ ഒരു ഭരണഘടനാ തലവൻ കാണിക്കേണ്ട അവധാനത കാണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു അവമതിപ്പുണ്ടാവില്ലേ? പക്ഷേ ഗോവ സ്വദേശിയായ രാജേന്ദ്ര ആർലേക്കർക്ക് കേരളത്തിലെ കാര്യങ്ങൾ എത്രമാത്രം അറിയാം തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് ബോധ്യമില്ല. എന്നാൽ പോലും അദ്ദേഹം ഇരിക്കുന്നത് ഒരു വലിയ പോസ്റ്റിലാണ്. അപ്പോൾ കോൺഫ്രണ്ടേഷൻ ഉണ്ടാവാതെ ഔദ്യോഗിക പരിപാടികൾ ഔദ്യോഗികമായി നടക്കട്ടെ, ഇത്രയും കാലം നടന്നതുപോലെ നടക്കട്ടെ എന്നൊരു സമീപനം സ്വീകരിക്കുന്നതല്ലേ അദ്ദേഹത്തിന് അനുഗുണമായിട്ടുള്ള കാര്യം? അല്ല, ഗവർണർ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഗവർണറല്ല. ഗവർണർ ഇതിനു മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തെ പറ്റി അറിയില്ല എന്നൊന്നും ധരിക്കണ്ട, ഞാനങ്ങനെ കരുതുന്നില്ല. ഈ പെറ്റി പൊളിറ്റിക്സ് എന്നുള്ള നിലയ്ക്ക് താങ്കളെന്ന് പറഞ്ഞു. പെറ്റി പൊളിറ്റിക്സ് നല്ല വാക്കല്ല, താങ്കൾ വേറൊരു വാക്കാണ് ഉപയോഗിച്ചത്. അത് ഗവർണർ കളിക്കുന്നു എന്നുള്ളൊരു നിർവചനം, നറേറ്റീവ് തന്നെ ശരിയാണോ അഭിലാഷ്? ഭാരതാംബയെ പറ്റി പറയുന്നതും ഭാരതാംബയുടെ പടം വെക്കുന്നതിൽ എന്ത് പെറ്റി പൊളിറ്റിക്സ് ആണെന്നേ ഉള്ളത്? പെറ്റി പൊളിറ്റിക്സ് കളിച്ചത് അതാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട്? ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അല്ലേ ഇന്ന് പെറ്റി പൊളിറ്റിക്സ് കളിച്ചത്? അവിടെ അദ്ദേഹത്തിന് അതിന് എന്ത് അർഹതയാണ് ഉള്ളത്? നമ്മളൊന്ന് ഒരു കമ്പാരിസൺ ഒന്ന് നടത്തി നോക്കും. ഞാനത് പറയാൻ ആഗ്രഹിച്ചതല്ല, എങ്കിലും ഞാനൊന്ന് പറയുക. നമുക്കറിയത്തില്ലേ അദ്ദേഹം നിയമസഭയെ കാട്ടിയ വൃത്തികേടുകൾ? അണ്ടർ ഗാർമെൻറ് ഉൾപ്പെടെ കേരളത്തിലെ മാത്രം ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് പ്രഹസനം കാണിച്ച ഒരു മന്ത്രി, ഈ മന്ത്രിസഭയിലെ ഏറ്റവും മോശം മന്ത്രിമാർ 2-3 പേരെടുത്ത ശശീന്ദ്രൻ ഉൾപ്പെടെ അതിനോട് ചേർത്ത് പറയേണ്ടി വരും. ഒന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ഈ മന്ത്രി? അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ അംഗീകാരമുണ്ട്. ഗവർണർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്ന ആളാണോ? അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ഒരാൾ മന്ത്രിയാവുന്നു. അത് അതിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. അദ്ദേഹത്തെ ഈ അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിന്റെ ഗവർണറെ അമേരിക്കൻ പ്രസിഡന്റ് അല്ല അപ്പോയിന്റ് ചെയ്തത്. ഈ രാജ്യത്ത് ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്തത്, ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലല്ലോ ചെയ്തതാണോ? അപ്പോൾ അതിനും ജനാധിപത്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു കൃത്യമായിട്ടുള്ള പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറയണ്ട. ഇതല്ലല്ലോ സാർ പ്രശ്നം. ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ? ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഭാരതാംബ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ, ഭരണഘടനാപരമായ കാര്യങ്ങളിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി രാഷ്ട്രീയം കളിക്കുക. പഴയ ഗവർണർ മുട്ടായി തെരുവിൽ ഇറങ്ങി നടന്നത് മാതിരി ഇദ്ദേഹം രാജ്ഭവനിൽ ശാഖ നടത്തുന്നത് മാതിരി ഭാരതാംബ ചിത്രം വെക്കുക, ഇതൊക്കെ ഇത് ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതുണ്ടാക്കുന്ന അവമതിപ്പ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ അത് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അഭിലാഷ് മോഹനൻ, അവമതിപ്പെന്ന് താങ്കളുടെ പശ്ചാത്തലത്തിൽ നിന്ന് താങ്കൾ പറയുന്നതുകൊണ്ടാണ്. ഞങ്ങളിത് അഭിമാനമായിട്ട് കാണുകയാണ് സാർ. ഞാൻ ആദ്യം ചർച്ച ഞങ്ങളിത് അഭിമാനമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് എന്ത് ഭരണഘടനാ പ്രതിസന്ധി അല്ലല്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഭരണഘടനാ പ്രശ്നമാണല്ലോ സമ്പത്തും ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധിയും പറയുന്നത്. എന്ത് ഭരണഘടനാ പ്രശ്നമുള്ളത്? ഈ രാജ്യത്ത് 1947 ശേഷം ഭരണഘടന അനുസരിച്ച് നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ഒരു ഭൂപടമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രതീകമുണ്ട്. അതവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. 1947 നൂറ്റാണ്ടുകളായി നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയും അരവിന്ദ് മഹർഷി ആയാലും വിപ്ലവകാരിയായ ഭഗത് സിംഗ് ഉൾപ്പെടെ ഇവരുൾപ്പെടെ ഉയർത്തിക്കാട്ടിയ ഭാരതാംബയുടെ ഒരു സങ്കല്പമുണ്ട്. ഈ സങ്കല്പത്തെ നെഞ്ചേറ്റാനുള്ള അവകാശം നമ്മൾ മനസ്സിലാക്കണം. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാരതത്തെ വെട്ടിമുറിച്ചതിൻ്റെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിജി ഇല്ല. അദ്ദേഹം അതിനോട് യോജിച്ച ആളല്ല. ബഹുമാന്യനായ നെഹ്റു രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി അധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ മഹാത്മാഗാന്ധിജി ബോർഡറിലാണ്, അതിർത്തിയിലാണ്. ഭാരതത്തെ വെട്ടിമുറിച്ചതിനോട് വളരെ അങ്ങേയറ്റം ആദ്യ അവസാനം അഖണ്ഡ ഭാരത സങ്കല്പത്തെ ഒരു വലിയ സങ്കല്പം വെച്ചു പുലർത്താൻ സമരകാലത്ത് ഈ രാഷ്ട്രത്തെ രാഷ്ട്രഭക്തിയുള്ള അവകാശം ഗവർണർക്കുമുണ്ട്, അഭിലാഷിനുമുണ്ട്, എനിക്കുമുണ്ട്. ഈ അഭിലാഷത്തെ നിങ്ങൾ ഏതെങ്കിലും ഭരണഘടന 1.5 ലക്ഷം വാക്കുകൾ ഉള്ള ഒരു ഭരണഘടനയാണ്. 1.5 ലക്ഷം വാക്കുകളാണ് അതിനകത്ത് ആകെയുള്ളത്. അതിനകത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർവചനമില്ല. നിങ്ങൾ എന്തിനാ ഭരണഘടന എടുത്തിട്ട് ഇതിനകത്ത് പെരുമാറുന്നത്?
ഭരണഘടന ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? ഭരണഘടനാ പദവിയാണ് ഗവർണറുടേത്. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ. അത് രാഷ്ട്രപതിയുടെ ഭാഗമായി ഭരണഘടനയുടെ മാൻഡേറ്റ് ഉള്ള പദവിയാണ് ഗവർണറുടെ പദവി. അദ്ദേഹം ഭരണഘടനാനുസൃതമല്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ഭരണഘടനാനുസൃതമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ വിചാരധാര അനുസരിച്ചല്ല. അല്ലാതെ ഗവർണർ കാണിച്ചതല്ല ഭരണഘടനാ വിരുദ്ധം. ഭരണഘടനാ പദവിയാണ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയുടെ മാൻഡേറ്റുള്ള ഒരു പദവിയാണ്, അതനുസരിച്ച് പെരുമാറണം. സ്വാഭാവികമായും അങ്ങനെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. അഭിലാഷ് സംസാരിക്കുന്നതും ഇന്നലെ പിണറായി വിജയൻ സംസാരിച്ചതും ശ്രീ പ്രസാദ് സംസാരിക്കുന്നതും വി.ഡി. സതീശൻ സംസാരിക്കുന്നതും ഒക്കെ ഒറ്റ ഭാഷയിലാണ് കേരളത്തിൽ. എന്തെന്നറിയോ? ഈ കേരളത്തിന്റെ 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിന് അനുകൂലമായിട്ടാണ് അഭിലാഷ് സംസാരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ, ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുമല്ല. ഇവരെല്ലാവരും പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഷാജി രാഘവൻ, ഇത് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമാണ്. ആ ഭരണഘടനാ ജനാധിപത്യത്തിലെ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ പെരുമാറണം എന്ന് കേരളത്തിലെ എല്ലാ പൗരന്മാരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു പൗരനാണ് ഞാൻ, അതെനിക്ക് അങ്ങനെ ആഗ്രഹിച്ചൂടെ? ഈ സംസ്ഥാനത്തെ 2 രാഷ്ട്രീയ പാർട്ടികളും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണികളും ആ നിലപാടെടുക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് സംസാരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാവാം. അതെന്തുകൊണ്ടാണ്? ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ്. ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ ആ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കും. സ്വാഭാവികമായും ആഗ്രഹിച്ചുകൂടെ? അങ്ങനെ അല്ല, അതില്ല എന്ന് പറയുന്നതല്ലേ തെറ്റ്? ഇല്ല എന്ന് പറയുന്നത് ഈ കാരണങ്ങളാണ്. അത് വിശദീകരിച്ചല്ലോ നേരത്തെ. ഗവർണർ ഇന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ അഭിലാഷ് മോഹനൻ, ഞാൻ പറയുന്ന ശ്രദ്ധിക്കും, അദ്ദേഹം കൃത്യമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണത്? മനസ്സിലായോ? ആ നിലപാട് വളരെ വ്യക്തമാണ്. ഭാരതാംബയെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. അത് അംഗീകരിക്കുന്നവൻ അങ്ങോട്ട് ചെന്നാൽ മതിയെന്നേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരം നേടിത്തന്ന ഒരു വലിയ പ്രതീകമായിരുന്നു, രാഷ്ട്രഭക്തിയുടെ പ്രതീകമായിട്ട് മഹർഷി അരവിന്ദനായാലും അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ആയാലും വിപ്ലവകാരിയായ ഭഗത് സിംഗ് ഉയർത്തിക്കാട്ടിയ ഭാരതാംബ സങ്കല്പം, ആ സങ്കല്പത്തെ നെഞ്ചേറ്റാനുള്ള അവകാശം ഓരോ ഭാരതീയത്തിനും ഇപ്പോഴും ഉണ്ട്. ആ അഖണ്ഡ ഭാരത സങ്കല്പത്തെ വെച്ച് പൂജിക്കാനും അതിനോട് അനുഭാവം പുലർത്താനുമുള്ള അവകാശം ഓരോ ഭാരതീയനുമുണ്ട്. അത് ഒരു ഭരണഘടനാ വിരുദ്ധവുമല്ല. അത് ഭരണഘടനാ വിരുദ്ധമെന്ന് നിങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയ നാട്ടമാണ്. അങ്ങനെ ചിത്രീകരിച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ നാട്ടിലെ ഒരു പ്രമുഖ വിഭാഗം ജനങ്ങളെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു നിലപാടെടുത്താൽ അവരുടെ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും ദേശീയ പതാകയെയും ദേശീയ ഗീതത്തെയും അതുപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങളെയൊക്കെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഏത് പൗരന്റെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി എല്ലാ പൗരന്മാരും ചെയ്യണം. അതല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതീകങ്ങളെ രാഷ്ട്രീയ പ്രതീകങ്ങളായി അവതരിപ്പിച്ച് അതിനെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കും. നിങ്ങളെല്ലാം അതിനെ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. ബഹുമാനിക്കാത്തത് അല്ല, അതിനെയാണ് ബഹുമാനിക്കേണ്ടത്. ആ ഭരണഘടന ബഹുമാനിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ഈ ചിഹ്നം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദേശീയ പതാക ബഹുമാനിച്ചിട്ടില്ലേ? ആ ബഹുമാനിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ഈ ചിഹ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ദേശീയ പതാകയെ ബഹുമാനിച്ച ചരിത്രമൊക്കെ പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ചരിത്രത്തിലേക്കൊന്നും പോകണ്ട, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഭാരതാംബയെ ബഹുമാനിക്കരുതെന്ന് അഭിലാഷ് വായിച്ച ഭരണഘടനയിലുണ്ടോ? ഉണ്ടേ പറഞ്ഞോളൂ. ഭാരതാംബ എന്നുള്ള സങ്കല്പം ഏത് ഭാരതാംബയുടെ കാര്യമാണ് പറയുന്നതെന്ന് ഉള്ളതാണല്ലോ ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്നത്. ഇവിടെ ഭാരതാംബ സങ്കല്പം ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ, പല രൂപത്തിൽ. അതിൽ രവീന്ദ്രനാഥ് ടാഗോർ വരച്ച ആദ്യത്തെ ഭാരതാംബ ചിത്രമല്ലല്ലോ ഗവർണർ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത് നിങ്ങൾ ഇപ്പോ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതമാത രാഷ്ട്രീയ ഭാരതമാതയാണ്. അത് RSSന്റെ കൊടി പിടിച്ച RSSന്റെ ഭാരതമാതയാണ്. അതിപ്പോ വേറെ പാർട്ടിക്കാർക്ക് അവരുടെ ഭാരതമാതാവിനെ വെക്കാമല്ലോ. എങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പും പിന്നെ ത്രിവർണ്ണ പതാകയൊക്കെ ആയിട്ടുള്ള ഒരു ഭാരതമാത വെക്കാലോ. അതിൽ ആർക്കാ എതിരഭിപ്രായം ഉണ്ടാവുക? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകളായി സാർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊക്കെ പറയും, 2 മുന്നണികളും പറയും. ഇതിന് ശേഷം പറയുമെന്ന് നമുക്ക് നോക്കാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകളായി. തെരഞ്ഞെടുപ്പ് ഇതും തമ്മിൽ എന്താ ബന്ധം? വർഗീയ ചേരിതിരിവിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സാർ. 8 മാസത്തേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഭരണഘടനാ മൂല്യങ്ങളെ കാണേണ്ടത്? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. എന്തായാലും ശ്രീ നൌഷാദ് അലി,
ഈ വിവാദം സാർ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് എന്തുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയം അവതരിപ്പിക്കാൻ ഇന്നലെ വൈകുന്നേരം സമയം ഏറ്റെടുത്തു? അല്ല, അദ്ദേഹത്തിന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി എന്റെ തന്നെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യത്തെ അദ്ദേഹത്തിന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ നെസസിറ്റി ആയിരുന്നു. ഭാരതാംബയുടെ കാര്യം പറയാനല്ലോ ബേസിക് ആയിട്ട് ആ വാർത്താ സമ്മേളനം വിളിച്ചത്. ഞാൻ വരാൻ താങ്കളിലേക്ക്. അല്ലല്ല അഭിലാഷ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിരുന്നു. പ്രസാദിന്റെ നിലപാടിൽ, പ്രസാദിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം നിങ്ങൾ പല ചാനലുകളും ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അവതരിപ്പിക്കപ്പെടണമെങ്കിൽ സാർ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭാരതാംബ വിഷയം ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ദേശീയ പ്രശ്നം ഒന്നുമല്ല, ഈ പറയുന്ന ഭരണഘടനാ ലംഘനം ഒന്നുമല്ല. കേരളത്തിൽ വളരെ കൃത്യമായി വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രണ്ട് മുന്നണികളിൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാവും. ഇത് കേരളത്തിന്റെ ദുര്യോഗമാണ്. കേരളത്തിന്റെ ദുര്യോഗമാണ്. ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ ദുര്യോഗമായിട്ടാണ് ഞാൻ കാണുന്നത് പല കാര്യങ്ങളെയും. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അതിലേക്ക് വിശദമായി പോവാം. നമുക്ക് ഇനി സമയമുണ്ടെങ്കിൽ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിലുള്ള വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയം പറഞ്ഞു മാത്രമേ ഇവർക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ശരി.